ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ പറയുന്നുണ്ട്, പക്ഷേ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതാണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ. ഒരു വൈറ്റും വേറൊരു ഗ്രേ അല്ല, വേറൊരു ഷെയ്ഡ് ഉള്ളൊരു ഡ്രസ്സാണ്. രണ്ട് സൈഡിലും ഇങ്ങനെ കെട്ടാനുള്ള ഒരു ഇതാണ്. പിന്നെ ഒരു ഗേൾ നെയ്തൊരു സിമ്പിളും കൂടി ഉണ്ട് അവിടെ. പിന്നെ ഫ്രണ്ടിൽ മൂന്ന് ബട്ടൺസ്, പിന്നെ കോളറാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പാൻറ്റ് ഉണ്ടോ. എന്നിട്ട് അടിയിൽ പേര് കാർഗോ പാൻറ്റ്, അടിയിൽ ടൈറ്റ് ഇതൊക്കെ ആക്കാൻ വയ്ക്കുന്ന പാൻറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഗെറ്റ് റെഡി വിത്ത് മീ. ഓക്കെ, അപ്പോൾ ഞാൻ അതിലെന്തൊക്കെയാണ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഏകദേശമൊക്കെ സെറ്റാക്കി വെച്ചിരുന്ന മുടി എങ്ങനെ കെട്ടേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ഇനി അതൊക്കെ പോവാം. അപ്പോൾ ഇതാ മുടി പോണിട്ടയിലാട്ടോ കെട്ടിയിരിക്കുന്നത്. ഞാൻ ആദ്യം വേറെ മോഡലായിരുന്നു കട്ട് ചെയ്തത്, പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഗൈസ്, എനിക്ക് ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ, പിന്നെ അവിടെ വെച്ചാൽ ക്ലിയർ ഇല്ലതിനാലും ഞാൻ കൈ പിടിക്കാൻ വിചാരിച്ചു കേട്ടോ. മിററിൽ നമുക്കിങ്ങനെ കാണാമല്ലോ, അങ്ങനെ വീഡിയോ എടുക്കണം. അപ്പോൾ ഇതാട്ടോ ഫസ്റ്റ് ഞാൻ മേക്കപ്പിലേക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ലിപ്പ് ലൈനറാണ് കേട്ടോ. ഈ ലിപ്പ് ലൈനർ നമുക്ക് ഐ ഷാഡോ ആയിട്ട് ഇടാം കേട്ടോ, കണ്ണുമ്മ. ഓക്കെ, അപ്പോൾ ഞാൻ ഇട്ടിട്ട് വരാം. ഇട്ടുകൊണ്ട് ബട്ട് നമ്മളെ ക്യാമറ അത്ര ക്ലിയർ ഇല്ലാത്തതിനാൽ ക്യാമറയിലധികം കാണുന്നില്ല. ഒരു പിങ്ക് കളറുണ്ട്. ഞാൻ വീഡിയോ എടുത്ത കുറച്ച് തായിട്ട് ഞാൻ കരടി നോക്കിയപ്പോൾ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഐ ലിപ്പ് പെൻസിലോ അത്. അപ്പോൾ ഇതാ ഞാനത് ഇട്ടിട്ട് വരാട്ടോ. അപ്പോൾ ഇതാ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ സ്റ്റിക്ക് ഉണ്ടാവില്ലേ, അതിട്ട് ഞാൻ കണ്ണിൻ്റെ അടിയിൽ കണ്ടോ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ണിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാനടുത്ത് നമ്മൾ ഐലൈനർ എഴുതി വരാം. ഒരു അങ്കമട്ട് കഴിഞ്ഞ് ഗൈസ്, ഒരു നേരിട്ടിട്ടാണ് ഞാനിതിങ്ങനെ ആക്കിയത്. ഏറ്റവും കൂടുതൽ മേക്കപ്പിൽ സമയം എടുക്കുക ഐലൈനർ എഴുതാനാണ്. പിന്നെ ഇതാ ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ബ്ലഷായിട്ട് ഇടുന്നുണ്ട്. ആ 3 ഡോട്ട് കണ്ണിൽ അതായിട്ട് ബ്ലഷ് ചെറുതായിട്ട് ഇടുന്നുള്ളൂ. അപ്പോൾ ഇതാ ബ്ലഷ് ഇട്ടിട്ടുണ്ട്. അത് നമ്മളെ ക്യാമറയിൽ ക്ലിയർ ആവുന്നില്ല, സാരില്ല, നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ബ്ലഷൊക്കെ ഇട്ടു. ഇനി ഞാൻ കോമ്പാക്റ്റ് ആണ് ഇടുന്നത്. ഞാൻ സ്കൂളിലേക്കൊന്നും പോകുമ്പോഴൊന്നും പൗഡർ ഇടില്ല, എപ്പോഴെങ്കിലും ഇടുള്ളൂ. അപ്പോൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇതൊക്കെ ഇടുക. പിന്നെ നമ്മൾ ഡാസ്ലറിൻ്റെ 25 ഷെയ്ഡ് നമ്പറുള്ള ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ഞാനൊരു വാച്ച് ആക്സസറീസ് ആയിട്ട് ചെയ്തത്. മറ്റേ കൈമ ഗോൾഡ് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാലയാണ് ഇട്ടത് അതിലേക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചെടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇതാ കേട്ടോ നമ്മളെ ഫൈനൽ ലുക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് പോകുമ്പോൾ കാണാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഗായ്സ്, ഇതാ നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട് കൊപ്പം നടുവട്ടാണ് കേട്ടോ. അപ്പോൾ 2 ബസ്സൊക്കെ കയറണം. അപ്പോൾ ഇപ്പം വീട്ടിൽ വണ്ടി എഴുകുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വണ്ടി എഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ പട്ടാമ്പി പാലാണ് കേട്ടോ. അപ്പോൾ അതാ കാണുന്നത് നീല ഹോസ്പിറ്റൽ. പുഴയിലൊക്കെ നല്ല വെള്ളമുണ്ട് ഭാരതപ്പുഴയിൽ. ഇപ്പോൾ ഇതാ വണ്ടി ഇങ്ങനെ ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഭാരതപ്പുഴ ഉണ്ടോ, നല്ല രസമാണ്, നല്ല കാറ്റാണ് ഇവിടെ എത്തുമ്പോൾ. എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് പട്ടാമ്പി എനിക്ക് നല്ല ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ. എനിക്ക് സിറ്റി അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ബസ്സിനാണ് പോവുക. ഇപ്പോൾ അവിടെ പട്ടാമ്പി സ്റ്റാൻഡിലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ബസ്സിനാണ് കേട്ടോ പോവുക. ഓക്കെ, അപ്പോൾ ഇതാ സ്റ്റാൻഡിനടുക്ക് പോവാണ്. ഓക്കെ, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ ഇതാ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബസ്സിൽ കയറിയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇതാ കണ്ടോ നമ്മളെ സാമിയ വെഡിങ് സെൻറ്റർ മാക്സ് ഒക്കെ അല്ലേ ഓക്കെ. ഇപ്പോൾ വട്ടാമ്പി സ്റ്റാൻഡിലാണ് ഓടുന്നത്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ് മട വീട്ടിലേക്ക് പോവുകയാണ്. നടുവട്ടത്ത് ഇറങ്ങിയിട്ട് സെൻറ്ററിൽ ഇറങ്ങിയിട്ട് ഉള്ളിക്കുള്ള റോഡാണ്. അപ്പോൾ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് രായനല്ലൂർ മല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അവിടെ ചെന്നിട്ട് വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ മലയും കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു. നിങ്ങൾക്ക് അറിയുണ്ടാവും, കുറച്ച് പേർക്കെങ്കിലും അറിയുണ്ടാവും. അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരാം. ബൈ.